ഹായ്. എൻ്റെ ഇൻട്രോ പറഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയൊരു ധാരണയൊന്നുമില്ല. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഫേസ് ടു ഫേസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ന്യൂ ഇയറിനോ ക്രിസ്മസിനോ ഒന്നും അലങ്കരിച്ച് വെച്ചിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും എൻ്റെ വീഡിയോയിലില്ല. സോ നിങ്ങളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ മേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളോ സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ ഹോം മേക്കേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അത്രയും ഇൻട്രസ്റ്റുകളുള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഭയങ്കര ചടപ്പായിരിക്കും. 2025 ന്യൂ ഇയർ റെസൊല്യൂഷൻസ് തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2024 ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. 2024 എന്ന് പറയുന്ന ഒരു ഇയർ നമുക്ക് എങ്ങനെയായിരുന്നു, നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു 365 ഡേയ്സ് എങ്ങനെ കടന്നു പോയി എന്നുള്ളത്. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു അക്കാദമിക് ഇയർ ആ ഒരു ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ പഠിത്തം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അക്കാദമിക് ഇയർ എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടി അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ നമ്മൾ ആ ഒരു തുടക്കത്തിൻ്റെ ആവേശത്തിൽ എഴുതി വെക്കും. പിന്നെ അതൊക്കെ എഴുതി വെച്ച കാര്യം നമ്മൾ പോലും മറന്നു പോകില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ എഴുതി വെക്കുന്നത് നല്ലതാണ്. നമുക്കൊരു മോട്ടീവ് ഉണ്ടാവും എന്ത് കാര്യങ്ങളും ചെയ്യാൻ. ഞാൻ ഈ ഒരു വർഷം ഇത്രയും കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ 2025 ലാസ്റ്റിൽ നമ്മളതൊന്ന് എടുത്തു നോക്കുമ്പോൾ, ഞാൻ ഈ വർഷം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, അതിൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ഇയറിലോട്ട്, അതിൻ്റെ അടുത്ത വർഷത്തിലോട്ട് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ നല്ലതാണ്. എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് വെക്കും, പക്ഷെ അത് നമ്മൾ മറന്നു പോകും. പക്ഷെ എഴുതി വെച്ചിട്ട് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, സോ അത് നിറവേറ്റണം എന്നുള്ള ആ ഒരു ഉത്കണ്ഠ, ഒരു ആകാംക്ഷ അത് നമുക്കുണ്ടാവുമല്ലോ. പിന്നെ എത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താലും, നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എഴുതി വെച്ചാലും ഒക്കെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുക ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻസ് ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു 2024 എടുക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2024 എൻ്റർ ചെയ്തത് പോലും എനിക്കത്ര ഓർമ്മയൊന്നുമില്ല. ഞാനൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ജേണി എന്ന് പറഞ്ഞാൽ കുറച്ച് ബഹളങ്ങളുള്ള, അങ്ങനെ ആ ഒരു ന്യൂ ഇയറിനുള്ള ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നില്ല എനിക്ക് ആ ഒരു ഇയർ തുടക്കം. പിന്നീട് പക്ഷേ ഇതിൻ്റെ എൻഡിലോട്ട് വരുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇയറാണ് 2024 എന്ന് പറയുന്നത്. ആസ് എ ടീച്ചർ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വർഷത്തിലാണ്. ഞാൻ 2024 എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് ഇയറിൽ നമുക്ക് BEdോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നൊരു ഒരു സമയത്താണ് ഒരു ഓൺലൈൻ ട്യൂഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ്. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. ഡെഫിനറ്റ്ലി ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഓർമ്മ വെച്ച് നാളെ മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ടീച്ചേഴ്സിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും ആ ഒരു പ്രൊഫഷനോട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ, ഒരു ഇതാണ്. ഇപ്പോൾ വേറെ എന്തിനും, ഇപ്പം നമുക്ക് ചില ആൾക്കാരുടെ മോട്ടിവേഷൻ സ്പീച്ച് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആവണം, അല്ലെങ്കിൽ ചില മൂവീസ് കാണുമ്പോൾ നമുക്ക് അതുപോലെ ആവണം, അങ്ങനെയൊക്കെ തോന്നില്ല. അങ്ങനെ ഒന്നും തന്നെ എൻ്റെ ഈ ഒരു ആഗ്രഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടീച്ചിങ് എന്നുള്ള അപ്പുറത്തേക്ക് വേറൊരു പ്രൊഫഷനും എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടില്ല. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, BEd, പിന്നെ നമുക്ക് PSC ഒക്കെ എഴുതി, അങ്ങനെ അത് ഭയങ്കര ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ട് പെട്ടെന്ന് ജോലി കയറുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ടീച്ചിങ് എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ ടീച്ചർ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് 2024
നമ്മളെ കുട്ടികൾ നമ്മളെ മിസ്സെന്ന് വിളിക്കുമ്പോൾ ആ ഒരു അത്രയും കാലം നമ്മൾ കൊതിച്ചിരുന്ന ഒരു കാര്യം ആ ഒരു ഇയറിൽ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമാണ്. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. എന്താ പറയുക, ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒട്ടും ഇതിങ്ങനെ റെസൊല്യൂഷൻസൊക്കെ എഴുതി വെച്ച് ഇത് നടത്തണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും നടന്നിട്ടുള്ളൊരു കാര്യമല്ല. മോറോവർ എൻ്റെ ഫസ്റ്റ് സാലറി ഇത്രയും വർഷത്തിനിടയ്ക്ക് 10-25 വർഷത്തിനിടയ്ക്ക് ഞാൻ ഏൺ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഫസ്റ്റത്തെ സാലറി, അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടിയും എനിക്ക് കിട്ടുന്ന ഒരു ആദ്യത്തെ സാലറി അത് ഈ ഒരു വർഷത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു വർഷമായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പം 2025 ഞാൻ ഒത്തിരി പ്രിപ്പയർ ചെയ്താലും ചിലപ്പം അത്രത്തോളം അത് സക്സസ്ഫുൾ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാനറാണ്. ഇതുപോലത്തെ ഒരു പ്ലാനർ. ഇവിടെ ആക്ച്വലി ഇതൊരു പ്ലാനറല്ല, ഇതൊരു ഡയറിയാണ്. പക്ഷെ ഒരു ഡയറി അല്ല നമുക്ക് വേണ്ടത്, ഒരു പ്ലാനറാണ്. ഡെഫിനറ്റ്ലി ഡയറി എഴുതുന്നവർക്ക് അത് ഉപയോഗിക്കാം. ഇന്നത്തെ കാലത്ത് ഡയറി എഴുതുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ചുരുക്കമായിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇത് ഞാനൊരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പാൻ്റെ പുതിയ ഡയറി എടുത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു പ്ലാനർ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എത്തിയിട്ടില്ല. അത് എത്തിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേന് ഇത് ഒത്തിരി കഴിഞ്ഞിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ഒരു നോട്ട്ബുക്കിൻ്റെ സൈസിലുള്ളൊരു പ്ലാനറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ മീഷോന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആമസോണിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു ആമസോണിൽ. അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും മേ ബി, പക്ഷെ നല്ല റേറ്റിനുള്ള സാധനങ്ങളാണുള്ളത്. അതുകൊണ്ട് ഞാൻ മീഷോന്ന് കുറച്ച് അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു 130 റുപ്പീസ് 130 രൂപയ്ക്ക് കൊടുത്തിട്ടാണ് ഞാനൊരു പ്ലാനർ വാങ്ങിച്ചിട്ടുള്ളത്. അത് കിട്ടിയതിന് ശേഷം ഞാൻ ഷോ ചെയ്യാം. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ ഈ വർഷം ചെയ്യാൻ നമുക്ക് നടക്കണം എന്നാഗ്രഹിക്കുന്ന, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് എത്ര ചെറുതോ വലുതോ, ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഇതൊക്കെയാണോ ആഗ്രഹം, അങ്ങനത്തെ ഒരു തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. അത് നടക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത വർഷത്തിൻ്റെ എൻഡിൽ നോക്കാം. എന്നാലും നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. അതിലെത്രത്തോളം കാര്യങ്ങൾ നടന്നു, അത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പരിശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്ലാനറിൽ രേഖപ്പെടുത്തുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ SSLC ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ എത്രത്തോളം, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇനി എത്രത്തോളം പഠിക്കാൻ പറ്റും, ഇനി എത്രത്തോളം പഠിച്ച് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കാനൊരു പ്ലാനർ ഉണ്ടാക്കി വെക്കുക. ഇനി ഡെയിലി പ്ലാനർ ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിൻ്റെ പഴയ പേജ് കഴിഞ്ഞിട്ടുള്ള നോട്ട്ബുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കുറച്ച് അട്രാക്റ്റീവായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് ഇയറിൽ 2025 നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് വെക്കുക. അത് അടുത്ത വർഷത്തിൻ്റെ അവസാനം അതെടുത്ത് നമ്മളൊന്ന് നോക്കുമ്പോൾ അത് ഭയങ്കര രസകരമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഞാനും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ബട്ട് അത് ഞാനിപ്പോൾ ഷോ ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. പേഴ്സണലി എനിക്കും ഈ ഒരു വർഷത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ലീവ് ഇറ്റ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അവരുടെ 2025 ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ തയ്യാറാക്കി പ്ലാൻ ചെയ്തിട്ടിരിക്കുക. മേ ബി അത് നടക്കാതിരിക്കാം, രണ്ടും ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഡെഫിനറ്റ്ലി എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ ഷോ ചെയ്യുന്നില്ല. അത് അടുത്ത വർഷം എൻഡിൽ ഇൻഷാ അല്ലാഹ് ഞാനത് ഷോ ചെയ്യുന്നതായിരിക്കും. അതിലപ്പോൾ നമുക്ക് എത്രത്തോളം നടന്നിട്ടുണ്ട്, എത്രത്തോളം നടക്കാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എനിവേ, ഈ ഒരു ഇയറിൽ ഞാൻ എടുത്തിട്ടുള്ള മറ്റൊരു നല്ല തീരുമാനം എന്ന് വെച്ചാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ആയിരിക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ചുമ്മാ തുടങ്ങിയ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും അവരുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ തയ്യാറാക്കുക. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരുടെ ആഗ്രഹങ്ങളും ഡ്രീംസും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾക്കനുസരിച്ചിട്ടൊരു പ്ലാനർ തയ്യാറാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുക. ചിലപ്പം ദൈവത്തിന് മറ്റൊരു പ്ലാനായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ തൃപ്തിപ്പെടുക, അത്രേ പറയാനുള്ളൂ. എനിവേ, ബൈ.